ഹായ് എവ്രി വൺ. ഇത് അസീനയാണ്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് സംഭവിച്ച ഒരു പ്രശ്നമാണ്. ഇനിയിപ്പോൾ ആർക്കും വരാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് ഹാക്ക് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനാണെന്ന് പറഞ്ഞിട്ട് കുറേ പേർക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതുപോലെ ഞാൻ കുറച്ച് ബിറ്റ് കോയിന്, അതുപോലെ ക്രിപ്റ്റോ, അങ്ങനത്തെ കുറേ കറൻസീസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് എനിക്ക് പ്രോഫിറ്റ് കിട്ടി. അതുപോലെ എൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോ വേറൊരു ഫോണിൽ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് എനിക്ക് ഒരു 4 ലക്ഷത്തിൻ്റെ അടുത്ത് പ്രോഫിറ്റ്, അങ്ങനെ പൈസ കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നോട്ടിഫിക്കേഷൻ വന്ന പോലെ. അതുപോലെ തന്നെ എൻ്റെ ഫോട്ടോസ്, അതുപോലെ എൻ്റെ ഇൻസ്റ്റത്തെ ചാറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട്, ചാറ്റ് പറഞ്ഞെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വേറെ ഉള്ള അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ട് അവർക്കും പൈസ കിട്ടി, പ്രോഫിറ്റബിൾ ആണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്ന പോലെയും, അതുപോലെ ബിറ്റ് കോയിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് എൻ്റെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിക്കാണ്. അതുപോലെ തന്നെ ആ സ്റ്റോറി വ്യൂ ചെയ്യണ ആൾക്കാർക്ക് അവർ തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ സ്റ്റോറി കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടോ, ഇത് റിയലാണ്, ഫേക്കല്ല, എനിക്ക് പ്രോഫിറ്റ് കിട്ടി, അപ്പോൾ നിങ്ങൾക്കും അതുപോലെ പ്രോഫിറ്റബിൾ ആണത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുപോലെ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ നിന്ന് ആർക്കെങ്കിലും മെസ്സേജ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഞാനല്ല, അത് ഹാക്കേഴ്സാണ്. അപ്പോൾ ആരും അതിൽ പോയിട്ട് ചാടാണ്ടിരിക്കുക. അപ്പോൾ ഇതിനാസ്പദമായിട്ടുള്ള പ്രശ്നം തുടങ്ങണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സ്റ്റാർട്ടിങ് പറഞ്ഞത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ളതല്ല. ഇതെന്നാ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 1 മന്തിൻ്റെ അടുത്തായിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം അയച്ച മെസ്സേജ് ഞാൻ ഈ മാസമാണ് കാണുന്നത്. അപ്പോൾ ഞാൻ അതിന് ഹായ് ഇടാൻ വേണ്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഹലോ പറയടാൻ വേണ്ടി ഞാനും മെസ്സേജ് അയച്ചു. അപ്പോൾ എന്നിട്ട് എനിക്കൊരു ലിങ്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, ഇത് ഒരു വെർച്വലായിട്ട് എന്തൊരു കോൺടെസ്റ്റാണ്, അപ്പോൾ ഇതിനൊന്ന് വോട്ട് ചെയ്യുക പറഞ്ഞിട്ട്, എന്തോ ഒരു മത്സരം പോലെ തന്നെയാണിത്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, മറ്റേ ചെറിയ കുട്ടികളുടെയൊക്കെ ഫോട്ടോസൊക്കെ ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാമത്തെ ഏതെങ്കിലും ഒരു പേജിൽ അപ്ലോഡ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ലൈക്കും അതുപോലെ തന്നെ കമൻറ്റും ഷെയറൊക്കെ കിട്ടുന്ന ആൾക്കാർക്ക് ഇങ്ങനെ എന്താ പറയുക പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലൊക്കെ തന്നെ ഒരു സംഭവമാണ്. അപ്പോൾ ഒരു ലിങ്ക് അയച്ചിട്ട് പറഞ്ഞു, എടി ഇതിലൊന്ന് കയറിയിട്ടൊന്ന് ഫോളോ ചെയ്യില്ല, വോട്ട് ചെയ്യ്, അവനെന്തോ ഒരു കോൺടെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പോൾ ഞാൻ മെസ്സേജ് നോക്കുമ്പോൾ അത് വന്നിട്ടുള്ളത് കുറേ മുന്നേ വന്നിട്ടുള്ള ഹലോ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് അവൻ്റെ ഒറിജിനൽ അക്കൗണ്ട് ആവുമെന്ന് വിചാരിച്ചു. അപ്പോൾ ആടെ ഞാൻ ചെയ്യാതെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്താ പറയുക റിപ്ലൈ കൊടുത്തു. അതുപോലെ തന്നെ ആ ലിങ്കിൽ കയറിയിട്ട് ഞാൻ വോട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ വന്നിട്ട് കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് മെസ്സേജ് അയച്ചു, വേണ്ടി ഞാൻ പറഞ്ഞാടാ ഞാൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട് ഞാനൊരു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ അവൻ പറഞ്ഞിട്ട് ഇത് ആ വോട്ട് കൗണ്ടായിട്ടില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്താ ഉണ്ടായിന്ന് അറിയില്ല പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഒരു നമ്പർ വരും, ആ നമ്പർ അതിൽ അടിച്ചു കൊടുക്കുക പറഞ്ഞു. അപ്പോൾ എനിക്ക് നമ്പർ തന്നു, പക്ഷേ അടിക്കാനുള്ള പ്ലാറ്റ്ഫോം അതിൽ എന്താ ഓപ്ഷൻ എവിടെയെന്ന് കാണാനില്ല. അപ്പോൾ പറഞ്ഞു അതിൽ ഉണ്ടാവുകയും നോക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എന്നിട്ട് പറഞ്ഞ നമ്പർ ഞാൻ അനക്ക് അയച്ചുതരാം, ചെയ്യുമോ, എന്നോട് അവൻ പറഞ്ഞത് നമ്പർ എനിക്ക് അയച്ചാൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ നമ്പർ അയച്ചു കൊടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞിട്ട് വിത്തിൻ സെക്കൻഡ്സ് എൻ്റെ അക്കൗണ്ട് വേറെ ഏതൊരു ഡിവൈസിൽ ലോഗിൻ ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇമെയിൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ തന്നെ ഞാൻ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ അയച്ചു കൊടുത്തു. ഇത് എന്താ എൻ്റെ എങ്ങനെ വന്നിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തു. പക്ഷെ അയച്ചു കൊടുത്തിട്ട് അതിന് റിപ്ലൈ വരണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റയിലല്ല അയച്ചത്, അപ്പോഴത്തേനും എൻ്റെ അക്കൗണ്ട് വേറെ ഒരാളോ ലോഗിൻ ചെയ്തിട്ട് എൻ്റെ ലോഗൗട്ടായി പോകുമല്ലോ, അങ്ങനെ ലോഗൗട്ടായി പോയി. അപ്പോൾ ഞാൻ വാട്സപ്പിൽ അവനെ അയച്ചു കൊടുത്ത്, എന്ത് ഇങ്ങനെ ചെയ്തിക്കണേ, ഇതിങ്ങനെ ലോഗൗട്ട് ആയല്ലോ പറഞ്ഞു. അപ്പോൾ അവൻ റിപ്ലൈ തരുന്ന കാണാമല്ലേ. അപ്പോൾ ഞാൻ അവനെ വിളിച്ചു, ഇതെന്താ അങ്ങനെ വന്നിക്കണത്, ഇതായില്ലോ, എൻ്റെ ലിങ്ക് വന്നപ്പോൾ ഇത് ഇങ്ങനെ ആയില്ലോ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അവനിനി ഒന്നും അയച്ചിട്ടില്ലല്ലോ, പിന്നെ ഇപ്പോൾ എന്താ ഇങ്ങനെ വന്നു ചോദിച്ചു. അപ്പോൾ അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് എനിക്ക് ഇൻസ്റ്റയിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് വന്നത്, എന്നിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് പറഞ്ഞപ്പോഴാണ് അവൻ പറയണത് അവൻ്റെ അക്കൗണ്ട് ആരോ ഇതുപോലെ ഒരു ഫേക്കായിട്ട് ഒരാൾ അവൻ്റെ ഫോട്ടോസും അതുപോലെ ഇൻസ്റ്റത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് എന്താ പറയുക ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇതുപോലെ മെസ്സേജ് പോകുന്നുണ്ട്. അതുപോലെയാണ് എനിക്ക് മെസ്സേജ് വന്നതെന്ന് അവൻ അപ്പോഴാണ് പറയണത്. അപ്പോൾ ഈ നിലവിലുണ്ടായിട്ടുള്ള പ്രശ്നം എനിക്ക് ഒഴിവാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ OTP കിട്ടിയപ്പോൾ
ഞാൻ ഇങ്ങനെ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ആ മെസ്സേജ് ഓപ്പൺ ആക്കിയിട്ടല്ല ഞാൻ ആ OTP എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നോട്ടിഫിക്കേഷൻ വരുമല്ലോ, ഇതാണ് നിങ്ങളുടെ OTP എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ OTP അത് കണ്ടിട്ട് ഞാൻ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. അല്ലാണ്ട് ഞാൻ അപ്പോൾ മെസ്സേജ് ഓപ്പൺ ആക്കിയപ്പോഴാണ് ഞാൻ കണ്ടത് ഫേസ്ബുക്കിൻ്റെത് സെക്യൂരിറ്റിയുടെ ഒരു മെസ്സേജാണ്. എന്താ ആരായിട്ടും ഷെയർ ചെയ്യരുത് പറഞ്ഞിട്ടുള്ള. സാധാരണ നമ്മൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു OTP കിട്ടുമല്ലോ, അങ്ങനത്തെ OTP ആണ് വന്നിക്കണത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് അപ്പോൾ അങ്ങനെയാവും എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനത് ഒരിക്കലും കൊടുക്കില്ല. അപ്പോൾ ഞാൻ അത് ഓപ്പൺ ആക്കാണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരണത് അങ്ങനെ പറഞ്ഞു കൊടുക്കുക ചെയ്തത്. അത് അല്ല, ഞാൻ ആദ്യം തന്നെ മെസ്സേജ് ഓപ്പൺ ആക്കിയിട്ടാണ് ഞാനിത് റിപ്ലൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ആ OTP ഷെയർ ചെയ്യില്ലായിരുന്നു. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ അക്കൗണ്ട് ഇങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവന് ആരോടും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഇവനങ്ങനെ മെസ്സേജ് വന്ന സമയത്ത് ചിലപ്പോൾ അവൻ്റെ അറിയാവുന്ന ആൾക്കാരോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ അവന് അങ്ങനെ സ്റ്റോറി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ അക്കൗണ്ട് എങ്ങാനും ഹാക്കായിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ഇങ്ങനെ സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരില്ലേ അവരോട് പറയുക. അപ്പോൾ അങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ അക്കൗണ്ട് കാരണം വേറെ ഒരാൾക്ക് ഇതിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത് മാക്സിമം അത് പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുക. ഞാനങ്ങനെ ഇമെയിൽ മെസ്സേജ് വരും ചെയ്തു, അതുപോലെ തന്നെ എൻ്റെ അക്കൗണ്ട് ലോഗൗട്ട് ആവും ചെയ്തപ്പോൾ ഞാൻ വേഗം ഇമെയിൽ അഡ്രസ്സും മറ്റൊന്നും വെച്ചിട്ട് വേറെ പാസ്വേഡ് ഇട്ടു. അപ്പോൾ തന്നെ അത് വേറെ ഇത് അക്കൗണ്ട് വീണ്ടും റീസെറ്റായി എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും പാസ്വേഡ് മാറ്റും. അങ്ങനെ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു മിനിമം ഒരു 10 വട്ടമെങ്കിലും ഞാൻ പാസ്വേഡും പല വട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പാസ്വേഡ് മാറുക, ഞാൻ ഇടുക, വീണ്ടും പാസ്വേഡ് മാറിയിടുക, അങ്ങനെ കുറേ വട്ടം. പിന്നെ ഞാൻ ഇങ്ങനെ പ്രശ്നമായെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ സ്റ്റോറി അതുപോലെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും പെട്ടെന്ന് അത് റിമൂവ് ആവുകയുണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഇട്ടിട്ട് 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് വീണ്ടും ഡിലീറ്റ് ആയി പോവുക. അപ്പോൾ ഈ സംഭവം കുറച്ച് സീരിയസ് ആണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നിലവിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും അവർ മാറ്റിയിട്ട് അവരുടെ ഫോൺ നമ്പറും അതുപോലെ ഇമെയിൽ അഡ്രസ്സും ആണ് ഇപ്പോൾ അവർ നിലവിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കണത്. അതുകൊണ്ട് ഇപ്പം എൻ്റെ അക്കൗണ്ട് വഴി ഡയറക്റ്റ് ആയിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. പിന്നെ എൻ്റെ ഫേസ് വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൽ ഡയറക്റ്റ് ആയിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ശരിയാക്കി കിട്ടുന്നുണ്ട്. അവർ ശരിയാക്കി കിട്ടിയാലും അത് അപ്പം തന്നെ വീണ്ടും അവരുടെ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് മാറ്റിയിട്ട് അവരുടെ ഇമെയിൽ അഡ്രസ്സ് ആക്കിയിട്ട് അത് ലിങ്കായി പോവുകയാണ് ചെയ്യണത്. പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. പക്ഷേ എൻ്റെ അക്കൗണ്ട് വെച്ചിട്ട് അവർക്ക് ഉദ്ദേശിക്കുന്ന കാര്യത്തിലുള്ള ഒരു പ്രോഫിറ്റ് ഒന്നും കിട്ടാനൊരു ചാൻസ് വളരെ കുറവാണ്. കാരണം ഞാനിപ്പോൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ അപ്പം തന്നെ റിപ്ലൈ തന്നിട്ട് പൈസ കൊടുക്കാൻ പറ്റുന്ന ഫ്രണ്ട്സോ അതുപോലെ തന്നെ ഫാമിലിയോ എനിക്ക് നിലവിലില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അപ്പം തന്നെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആരും എനിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുമുണ്ട് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം അത് അവെയർ ആയിട്ടിരിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫുള്ളായിട്ട് ലോഗൗട്ട് ആയതിന് ശേഷം എൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ ബിറ്റ്കോയിനും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യണ പോലെ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് വീഡിയോസ് അല്ല, ഫോട്ടോസ് എന്ന് വെച്ചാൽ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇതുപോലെ ഞാൻ പൈസ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തു. 40,000 രൂപയുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്തു, 4 ലക്ഷം രൂപയുടെ അടുത്ത് എനിക്ക് പ്രോഫിറ്റ് കിട്ടിയത് ഒറിജിനലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റോറി വ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ, അങ്ങനെ സ്റ്റോറി വ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് അവർ ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ സ്റ്റോറി കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റയിൽ നിന്ന് ഇപ്പോൾ ഞാൻ നിലവിലിപ്പം വേറൊരു ഇൻസ്റ്റ അതേ നെയിമല്ല, അസീന അസ്ലം 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ അക്കൗണ്ടിൽ നിന്നാണെങ്കിൽ പോലും എൻ്റെ വോയിസ് വരികയാണെങ്കിൽ മാത്രം അതിന് റിപ്ലൈ തന്നാൽ മതി. അതുപോലെ തന്നെ എൻ്റെ പഴയ അക്കൗണ്ട് ഞാൻ ഇപ്പോൾ നിലവിൽ എനിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് മെസ്സേജ് വരികയാണെങ്കിലും നിങ്ങൾ അത് എടുക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ ലിങ്ക് അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും കിട്ടിയിട്ട്, ഇപ്പോൾ എത്ര വലിയ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ ഒറിജിനലായിരിക്കാം, നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇതുപോലെ ആവണമെന്നൊന്നുമില്ലല്ലോ. പക്ഷെ ഞാനിങ്ങനെ പറയുകയാണ്, വെർച്വലായിട്ടുള്ള ഇങ്ങനത്തെ ഒരു കാര്യത്തിലും പാർട്ടിസിപ്പേറ്റ് മാക്സിമം ചെയ്യണത് ഒഴിവാക്കുക. ഇതിൻ്റെ മാത്രം അഭിപ്രായമാണ് എനിക്കിങ്ങനെ സംഭവിച്ച കാരണം ഞാൻ പറയുകയാണ്. അതുപോലെ ഇങ്ങനത്തെ ഓൺലൈനായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ബിറ്റ്കോയിനും അതുപോലെ ബൈനാൻസൊക്കെ ഉള്ളത് തന്നെയാണെങ്കിൽ പോലും അത് എത്രത്തോളം അത് ഒറിജിനലാണ്, എന്നിട്ട് ആൾക്കാർ ഒറിജിനലാണെന്ന് നോക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇതാണ് എനിക്ക് നിങ്ങളോട് മെയിനായിട്ട് പറയാനുള്ളത്.
പിന്നെ ഈ പ്രശ്നം ഉണ്ടായ, അതായത് ഇന്നലെ പറഞ്ഞ എൻ്റെ അക്കൗണ്ടിൽ അങ്ങനെ കാര്യമായിട്ടുള്ള പൈസയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ രീതിയിലൊരു പ്രശ്നം വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം എൻ്റെ നിലവിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആ എമൗണ്ട് ഫുള്ളായിട്ട് ഞാൻ വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റി. കാരണം ഇപ്പോൾ ഇവിടെ UK സ്റ്റുഡൻ്റ് ആണെങ്കിൽ കൂടി അത്യാവശ്യം പാർട്ട് ടൈമിൻ്റെ നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. അപ്പോൾ ഞാൻ ആ എമൗണ്ട് ആദ്യം തന്നെ ഫുള്ളത് തീർന്ന കാരണം എനിക്ക് അത്ര കാര്യമായിട്ട് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ കുറേ പേര് ചോദിച്ചു പൈസ അങ്ങനെ വല്ലതും പോയോ. നിൻ്റെ പൈസ ഒന്നും പോയിട്ടില്ല, അക്കൗണ്ട് മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ നിലവിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിന് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ വേറൊരാളിനെ എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതൊക്കെ അറിയുന്ന ഒരാളാണ്. അപ്പോൾ ആൾ ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ലീഗലി മൂവ് ചെയ്യണമുണ്ട്. അതായത് ഇവിടെ നോൺ എമർജൻസി ആയിട്ട് ഉള്ള കാര്യങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള സംഭവമുണ്ട്, അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ തമിഴിൽ ഞാൻ പറഞ്ഞ നാട്ടിൽ പിന്നെ ലോഗിൻ ആയതിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ നാട്ടിലും ഇത് റിപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലിപ്പോൾ നാട്ടിൽ ചെയ്തിട്ടില്ല, ഇവിടെ മാത്രമാണ് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ നാട്ടിലും അതുപോലെ ഒന്ന് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ഇപ്പോഴും കുറേ പേര് അക്കൗണ്ട് ഫോളോ ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ വ്യൂ ചെയ്യണവരുണ്ട്. ഞാൻ എൻ്റെ മാക്സിമം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത് ശരിയല്ല, അത് ഞാനല്ല നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ അതിനാണ് തുടർന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമില്ല എന്താ ചെയ്യേണ്ടത് എങ്ങനെ അതാക്കേണ്ടതെന്ന്. ഇപ്പോൾ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. മാക്സിമം നിങ്ങളെ പറ്റുന്ന രീതിയിൽ അത് അവോയ്ഡ് ചെയ്യുക, ഒന്ന് റിപ്പോർട്ട് അടിച്ച് സഹായിക്കുക. അക്കൗണ്ട് പൂട്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പേര് രക്ഷപ്പെടുത്തി വെച്ചിട്ടാണ്. പിന്നെന്താ, ഞാൻ ഇന്ന അറിയണവർക്ക് എനിക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റണവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട്സിനോടും ആ കാര്യങ്ങളൊക്കെ ഞാൻ പറ്റണ മാക്സിമം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങളും കുറച്ച് അവെയർ ആയിട്ടിരിക്കുക. ഇതിപ്പോൾ എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന വേറൊരു കുട്ടിക്ക് ഇപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഇവൻ്റെ ഇത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ഇതുപോലെ വേറൊരാളുടെ ID ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവൻ ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള കാരണം ആ അക്കൗണ്ട് ഇതുപോലേക്ക് മെസ്സേജും കാര്യങ്ങളുടെ റിക്വസ്റ്റ് വന്നപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യുക ചെയ്തത്. കാരണം നമുക്ക് അറിയാതെ അങ്ങനെ പ്രശ്നമാണെന്ന്. പക്ഷെ ഇതങ്ങനെ പറഞ്ഞതില്ല, ആരും അറിഞ്ഞതുമില്ല. അത് കാരണം പെട്ടെന്ന് അങ്ങോട്ട് പോയി ട്രാപ്പായി, അതുണ്ടായത്. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അയച്ച കുട്ടി തമിഴ്നാട്ടിലുള്ളതാണ്. അപ്പോൾ അവൻ്റെ ലാംഗ്വേജ് പറഞ്ഞാൽ ഇവിടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് കൂടുതൽ. എന്ന് വെച്ചാൽ ഒരു ഭാഷ മാത്രം സംസാരിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു രാജ്യത്തുള്ളവരോ അല്ലെങ്കിൽ ഒരേ സംസ്കാരം പിന്തുടരുന്ന ആൾക്കാരോ അല്ല. അപ്പോൾ പലരും പല രാജ്യത്തു നിന്നും പല സ്ഥലത്തു നിന്നും വരണമായതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് ഇംഗ്ലീഷിലാണ് സംസാരിക്കാറ്. അപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഞാനും വിചാരിച്ചു ഓക്കെ ഇവ ഡയറക്റ്റായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചപ്പോൾ ഇപ്പോൾ അവരുടെ ചില എനിക്ക് തമിഴ് അറിയാം, അത്യാവശ്യം കാര്യമായിട്ട് സംസാരിക്കാനൊക്കെ അറിയാം. പക്ഷേ ചില വേർഡ്സ് നേറ്റീവായിട്ടുള്ള ചില വേർഡ്സ് ഉണ്ടാവില്ല നമ്മുടെ ഇപ്പോൾ ഏത് ഭാഷയിലും ഉണ്ടാവണ പോലെ. അപ്പോൾ ചില ശൈലികളൊന്നും എനിക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവാറില്ല. അപ്പോൾ മഴ വരുന്നുണ്ടാവും, മഴക്കാറ് വന്നു. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ മെസ്സേജ് അയച്ചപ്പോൾ ഞാനത് കെയർ ചെയ്തില്ല, ഞാൻ ഇംഗ്ലീഷിൽ തന്നെ റിപ്ലൈ കൊടുത്തു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഇനിയുള്ള വോയിസ് മെസ്സേജ് മാത്രമേ അയക്കുള്ളൂ, എൻ്റെ ഡയറക്റ്റ് വോയിസ് മാത്രമേ അയക്കുള്ളൂ. ടെക്സ്റ്റ് മെസ്സേജ് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ് പോണത്. എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ മാക്സിമം എൻ്റെ ഒരു ഭാഗത്തുനിന്ന് പ്രശ്നം ഉണ്ടാവാൻ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് അവെയർ ആയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഫൈനലായിട്ട് പറയാനുള്ളത്, ഞാനൊരു തരത്തിലുള്ള ആപ്സോ അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിലവിൽ ഒന്നിനും പ്രൊമോട്ട് ചെയ്യാൻ ചെയ്യുന്നുമില്ല. അതുപോലെ ഞാൻ ആരോടും അത് ചെയ്യാൻ പറയൂല. എല്ലാവരും അവെയർ ആയിട്ടിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. പിന്നെ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പോണേ. അപ്പോൾ ശരി.